കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഈ സന്ധ്യയിൽ നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലീത്ത അഭിമന്യ നിക്കോദിമോസ് തിരുമേനി നമ്മളോട് കൂടെയുണ്ട്. ഈ സന്ധ്യയ്ക്ക് സുവിശേഷ സന്ദേശം നൽകുന്ന ബഹുമാനപ്പെട്ട കുര്യൻ ദാനിയേൽ അച്ഛനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. വളഞ്ഞവട്ടം സ്വദേശിയും നരണം ഭദ്രാസനത്തിലെ വൈദികനും ഇപ്പോൾ കാതോലിക്കേറ്റ് കോളേജിൻ്റെ ബർസാറുമായിട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട കുര്യൻ ദാനിയേൽ അച്ഛൻ സഭയിലെ അറിയപ്പെടുന്ന ഒരു പ്രസംഗകനാണ്. ഈ പെരുമല സെമിനാരിയുടെ തന്നെ ഒരു ഭാഗമാണ്. ഏറെ സന്തോഷത്തോടെ ബഹുമാനപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുകയും ഈ ദിവ്യമായ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുകയും ചെയ്യും. പരിശുദ്ധനായ യൂദാശ്ലീഹായുടെ ലേഖനം 20-ാമത്തെ വാക്യം വായിക്കാം. വിശുദ്ധ യൂദാശ്ലീഹായുടെ ലേഖനം 20-ാമത്തെ വാക്യം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്കു തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാവട്ടെ. അഭിവന്യ തിരുമേനിമാരെ, വന്യ റമ്പാച്ചന്മാരെ, സ്നേഹനിധികളായ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹീതരായ വിശ്വാസികളുടെ സമൂഹമേ, മലങ്കരയുടെ മഹാപരിശുദ്ധനായ പരുമല കൊച്ചു തിരുമേനിയുടെ 113-ാമത് ഓർമ്മ പെരുന്നാൾ സമാഗതമായിരിക്കുകയാണല്ലോ. ഒരു നൂറ്റാണ്ടിനും 13 വർഷത്തിനും അപ്പുറം കടന്നുപോയ പരിശുദ്ധനായ ഒരു പിതാവ് സൂര്യശോഭ പോലെ ഇന്നും നമുക്ക് മുൻപിൽ നിലകൊള്ളണമെങ്കിൽ അതത്ര അവഗണിക്കേണ്ട ഒരു കാര്യമല്ല. മലങ്കര സഭയുടെ മക്കൾ മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള ലക്ഷോപലക്ഷം ആളുകൾ പരിശുദ്ധൻ്റെ കബറിടത്തിലേക്ക് മധ്യസ്ഥതാ സഹായങ്ങളും അനുഗ്രഹങ്ങളും തേടിക്കൊണ്ട് വരുവാൻ ഒരുങ്ങുന്ന സന്ദർഭമാണല്ലോ. ഒരു വിധത്തിൽ പറഞ്ഞാൽ അനേകരുടെ ആത്മീയ ജീവിതത്തെ തൊട്ടുണർത്തുന്ന ഒരുപാട് നന്ദി അനേകർക്ക് ദൈവസന്നിധിയിൽ കരയേറ്റുവാൻ തക്കവണ്ണം ആഗ്രഹവും ആവേശവും ഉണർത്തുന്ന ഒരു കാലഘട്ടമാണ് പരിശുദ്ധൻ്റെ പെരുന്നാൾ സമയം എന്നുള്ളത് നമുക്കറിയാം. ഭാരതീയ പശ്ചാത്തലത്തിൽ പെരുന്നാളുകൾ ഉത്സവങ്ങളാണ്. ഉത് എന്ന് പറഞ്ഞാൽ നന്മയാണ്, സവിക്കുക എന്ന് പറഞ്ഞാൽ പ്രവഹിക്കുക എന്നാണ്. നന്മ പ്രവഹിക്കപ്പെടേണ്ട, ധാരാളമായി കവിഞ്ഞ ഒഴുകേണ്ട ഒരു സന്ദർഭമായിട്ട് വേണം പെരുന്നാളുകളെ നാം മനസ്സിലാക്കുവാനായിട്ട്. ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ട വിശുദ്ധ വചനം പരിശുദ്ധനായ യൂദാശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യു പുട്ട് യുവർ ബേസ് അപ്പോൺ ദ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. വിശ്വാസത്തെ അതിവിശുദ്ധം എന്നാണ് വിശുദ്ധ വചനം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമുക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്ന ഒരു സമയം, പരിശുദ്ധാത്മാവിൽ നാം പ്രാർത്ഥിക്കുന്ന ഒരു സമയം, ദൈവകരുണയ്ക്കായി കാത്തിരിക്കുന്ന സമയം, ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കുന്ന ഒരു സമയം. ഈ സമയം ഏറെ വിലപ്പെട്ടതാണ്, പ്രബലമാണ്.
പരിശുദ്ധനായ ഒരു പിതാവിനെ നാം സ്മരിക്കുകയാണ്. ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ്. ഗീവർഗീസ് എന്ന പേര് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പേരാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. തോട്ടക്കാരൻ എന്നതിൻ്റെ മൂലരൂപം ഗവർഗയോസ്, അതുതന്നെയാണ് ഗീവർഗീസ്. കർത്താവ് യേശു മശീഹ തൻ്റെ പിതാവിനെ സംബന്ധിച്ച് ഉച്ചരിച്ചതായ നാമമാണ് ഗീവർഗീസ് എന്ന നാമം. ഗ്രിഗോറിയോസ് എന്ന നാമത്തിൻ്റെ അർത്ഥം ഉണർവുള്ളവൻ, വിജിലന്റ് എന്നാണ്. അപ്പൊ ഈ രണ്ട് നാമങ്ങളും തന്നിൽ ഏറെ അന്വർത്ഥമാക്കിക്കൊണ്ട് അനുഗ്രഹത്തോടെ ഒരു കാലയളവ് പരിശുദ്ധ സഭയെ നയിച്ച് ഭരിച്ച് മേയിച്ച അനുഗ്രഹീതനായ ആ പരിശുദ്ധ പിതാവിൻ്റെ തിരുശേഷിപ്പിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നാം സമ്മേളിച്ചിരിക്കുകയാണ്. പെരുന്നാളിൻ്റെ മുഖ്യ ദിവസത്തിലേക്കുള്ള ഒരുക്കത്തിൻ്റെ നാളുകളായിട്ടും കൂടെ ഈ ദിവസങ്ങളെ കരുതേണ്ടത് ആവശ്യമാണല്ലോ. ഞാൻ 2 ചോദ്യങ്ങൾ, അതിൽ ഒന്നിന് ഉത്തരം നമുക്ക് സന്തോഷം തരുന്നതും ഒന്നിന് ഉത്തരം നമുക്ക് ദുഃഖം തരുന്നതുമായിട്ടുള്ള 2 ചോദ്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, സ്വതവേ കുഴപ്പക്കാരായ നാം പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നത് കൊണ്ട്, പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ രഹസ്യം എന്താണ്? തെറ്റിദ്ധരിക്കരുത്, അച്ഛൻ വന്ന് നിങ്ങളെയെല്ലാം കുഴപ്പക്കാരെന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചു കളയരുത്. ഒന്ന് ആലോചിച്ചാൽ അത് വലിയ തെറ്റില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമാവും. അവരവരെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ മതി. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിന് കാര്യമായ ന്യായങ്ങളൊന്നും നമ്മുടെ ഭാഗത്തില്ല. എന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ രഹസ്യം എന്താണ്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒന്നാണ്. പിതാക്കന്മാർ ഖണ്ഡിതമായി നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. When you pray, whenever you pray, you are not alone. എപ്പോഴൊക്കെ നീ പ്രാർത്ഥിക്കുന്നോ അപ്പോഴൊന്നും നീ ഏകനല്ല. നമ്മുടെ സഭയുടെ വിശ്വാസം അതാണ്, അതിവിശുദ്ധമായ വിശ്വാസം അതാണ്. പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയുടെ മധ്യസ്ഥതയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പരിശുദ്ധ പിതാവ് നമ്മെ അനുഗ്രഹിക്കുവാൻ ദൂരെ എങ്ങോ തലത്തിലായിരിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതില്ല. അദ്ദേഹം നമ്മോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കുഴപ്പമുള്ള നമ്മളും കുഴപ്പമില്ലാത്ത പരിമല തിരുമേനിയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കലവറ സമ്പന്നനായിരിക്കുന്ന ദൈവം തമ്പുരാൻ അനുഗ്രഹങ്ങളുമായി വരുമ്പോൾ നാമും ധാരാളമായി അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഒരുപക്ഷെ നമുക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചില കാര്യങ്ങൾ സമയബന്ധിതമായി എനിക്ക് ഇന്ന് ഇവിടെ സുവിശേഷിക്കുവാനായിട്ടുള്ളത്. ആ ചോദ്യം വളരെ ലളിതമാണ്. എന്താ നാം നന്നാകാത്തത്? 113ാമത് ഓർമ്മ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ ഒന്ന് ഗുണിച്ചു നോക്കിക്കോ. ഈ പരിശുദ്ധമായ സ്ഥലത്ത് തന്നെ എത്രയോ പ്രസംഗങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. നാടാകെ കൺവെൻഷനാണ്, പള്ളികളാകെ കൺവെൻഷനാണ്. എത്രയോ തവണ എത്രയോ പ്രസംഗങ്ങൾ നാം കേട്ട് കഴിഞ്ഞു. എന്താണ് നാം നന്നാകാത്തത്? അതിൻ്റെ അർത്ഥം നാം ഒന്നും നന്നാകാത്തവരാണെന്നല്ല, പക്ഷേ നന്നാകേണ്ടതുപോലെ നാം നന്നാകുന്നില്ല. എന്താണ് അതിന് കാരണം? വിശുദ്ധനായ യോഹന്നാൻ താൻ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദുഷ്ടന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി വളരെ കുഴപ്പമുള്ള ഒരു പദ്ധതിയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യം, The thief comes to steal, to kill and to destroy. മോഷ്ടാവ് വരുന്നത് അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കാനും അത്രേ.
നന്മയാണ് നമ്മിൽ സ്വതവേ ഉള്ളത്. പക്ഷേ ദ ഈവിൾ വൺ ഹാസ് ആൻ ഐ ഓൺ us. ദുഷ്ടന് നമ്മുടെ മേലൊരു കണ്ണുണ്ട്. നമ്മുടെ ബലഹീനതകളെ ദുഷ്ടൻ പലപ്പോഴും മുതലെടുക്കുകയാണ്. ആ മുതലെടുപ്പാണ് നാം നന്നാകുന്നതിന് തടസ്സം. അടുത്തിടയിൽ വളരെ ശ്രദ്ധേയമായ ഒരു വ്യാഖ്യാന കൃതി വായിക്കുകയുണ്ടായി. മതത്തെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും കാര്യമായി അപഗ്രഥിച്ചിരിക്കുന്ന ഒരു ലേഖനമാണ് അതിൽ കണ്ടത്. മതവും രാഷ്ട്രവും ശാസ്ത്രവും, എത്ര സുന്ദരമായ നാമങ്ങൾ! ഒരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യന്റെ മുഴുഭാഗതയെ നിർണയിക്കുന്ന 3 ഘടകങ്ങൾ. പക്ഷെ ആ ലേഖനകർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഈ 3ഉം അവ ഉദ്ദേശിക്കപ്പെട്ടിരുന്ന അനുഭവത്തിൽ നിന്ന് വഴിപിഴച്ചു പോയി. ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഒരു ദാർശനിക ഭാവമായിരുന്നു മതമെങ്കിൽ ഇന്ന് മതസ്പർദ്ധയും മതവൈരവും വർദ്ധിച്ചിട്ട് മതം മനുഷ്യന് ആപൽക്കരമായ ഒരു വിനയായി പലയിടത്തും പരിണമിച്ചിട്ടില്ലേ എന്ന് നാം ചിന്തിക്കണം. ഇലക്ഷനൊക്കെ അടുത്തു വരുന്ന സമയമാണല്ലോ. രാഷ്ട്രസങ്കല്പം എന്താണ്? ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കി സമത്വസുന്ദരമായ ഒരു ശോഭന ഭാവിയാണല്ലോ രാഷ്ട്രസങ്കല്പം. പക്ഷേ രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ നമുക്ക് വെറുപ്പും അറപ്പും തോന്നത്തക്ക നിലയിൽ രാഷ്ട്രീയ രംഗം ഇന്ന് മാറിയിട്ടില്ലേ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണ്. ശാസ്ത്രം എന്തിനാണ്? ഈ ലോകത്തിലുള്ള അനന്തമായ സാധ്യതകളെ ചൂഴ്ന്നെടുത്തിട്ട് അത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാനാണ് ശാസ്ത്രം. പക്ഷേ ശാസ്ത്ര നേട്ടങ്ങൾ തന്നെ മനുഷ്യന്റെ ആപത്ത് വിളിച്ചു വരുത്തുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നാം വന്നുപെട്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം നാം കാണുന്നത് പെർവേർഷനാണ്, ഡിസ്റ്റോർഷനാണ്. ഇത് ദുഷ്ടന്റെ പണിയാണ്. ഈ ദുഷ്ടന്റെ പണിയിൽ നിന്ന്, ഈ അപകടകരമായ സ്ഥിതിവിശേഷത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം? ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നാം ചിന്തിക്കുന്നത് അതാണല്ലോ. പരിശുദ്ധന്റെ പെരുന്നാളിലും നാം ചിന്തിക്കുന്നത് അതാണല്ലോ. വിശുദ്ധ വചനത്തിൽ നിന്ന് നാം പഠിക്കുന്നത് അതിനുള്ള മാർഗങ്ങളാണല്ലോ. സ്വാമി വിവേകാനന്ദൻ മതത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും എഴുതിയിട്ടുള്ള ശ്രദ്ധേയമായ ധാരാളം വിശകലനങ്ങളുണ്ട്. അതിലേറ്റവും ശ്രദ്ധയർഹിക്കുന്ന ഒരു ചിന്ത, ജീവിതം എന്തായിരിക്കണം, എന്തായിരിക്കരുത്. അനുഗ്രഹകരമായ ആയോധനത്തിന് ജീവിതം മതത്തോട് ചേർന്ന് എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കരുത് എന്ന് 3 കാര്യങ്ങൾ സ്വാമി വിവേകാനന്ദൻ അടിവരയിട്ട് പറയുന്നത് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കാൻ പോകുകയാണ്. ഇതെന്തിനാണ്? നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ഈ പെരുന്നാളിൽ നമുക്ക് ആത്മീക വർധന വരുത്താനും, നമുക്ക് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാനും, നമുക്ക് ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കുവാനും, നമുക്ക് ദൈവ കരുണയിൽ നമ്മെ തന്നെ ഉറപ്പിക്കുവാനും തക്കവണ്ണം, മുഖാന്തരമാകത്തക്കവണ്ണമാണ് ഈ ചിന്തകൾ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മുന്നമേ ഞാൻ പറയട്ടെ. സ്വാമി വിവേകാനന്ദൻ പറയുന്നു, ജീവിതം എന്താകണം, എന്താകരുത്. നമ്പർ 1, ജീവിതം അനുഭവമാകണം, ആർഭാടമാകരുത്. ഞാൻ ഈ ചിന്ത നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുന്നത്, ഇന്ന് നാം ആരെ പ്രത്യേകമായി സ്മരിക്കുന്നുവോ, ആരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നുവോ, പരിശുദ്ധനായ ആ പിതാവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നമുക്ക് മാർഗനിർദ്ദേശം ലഭിക്കുമോ എന്ന് അന്വേഷിക്കുവാനും കൂടെയാണ്. പരിമല തിരുമേനിയെ കുറിച്ച് ധാരാളം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അന്നും ഇന്നും മനുഷ്യർ ഊന്നൽ കൊടുക്കുന്ന ശ്രദ്ധേയമായ പവിത്രമായ ജീവിതചര്യകളെ നാം വിലയിരുത്തുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ആർഭാടത്തിൽ മുഴുകിപ്പോയ ഒരു വ്യക്തിത്വമായിരുന്നില്ല പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനി. മറിച്ച് അനുഭവ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അനുഭവത്തിന്റെ ഒരു വ്യക്തിത്വമായി പരിമല പിതാവ്
നമുക്ക് മുൻപിൽ നിൽക്കുകയാണ്. എപ്പോഴാണ് ജീവിതം അനുഭവമാകുന്നത്? എങ്ങനെയാണ് ജീവിതം ആർഭാടമാകുന്നത്? വളരെ വ്യക്തമാണ്. ജീവിതം അനുഭവമായി തീരണമെങ്കിൽ കഷ്ടതകളിലൂടെയും ശോധനകളിലൂടെയും വലിയ പ്രതിസന്ധികളിലൂടെയും കടന്നു പോകണം. കൊച്ചു തിരുമേനിക്ക് 2 വയസ്സ് തികയുന്നതിന് മുൻപ് അമ്മ കടന്നുപോയി. അതുകൊണ്ട് ജീവിതം അനുഭവമാകണമെങ്കിൽ 2 വയസ്സാകുമ്പോൾ അമ്മ കടന്നു പോകണമെന്നല്ല ഞാൻ പറയുന്നത്. 17 വയസ്സ് തികയുന്നതിന് മുൻപ് താൻ എല്ലാമെല്ലാമായി കരുതിയിരുന്ന തൻ്റെ ഗുരുഭൂതൻ കടന്നുപോയി, ഗീവർഗീസ് മൽപ്പാൻ. എന്നാൽ പരിശുദ്ധ പിതാവ് ജീവിതത്തിൽ അനുഭവിച്ച വേദനകളും ത്യാഗങ്ങളും ആ പിതാവിൻ്റെ ജീവചരിത്രം വായിക്കുന്നവർക്ക് വളരെ വ്യക്തമാണ്. ഇന്ന് ആധുനിക സുവിശേഷകന്മാർ പ്രഘോഷിക്കുന്നത് പോലെ, അഭിവൃദ്ധിയുടെ ദൈവശാസ്ത്രജ്ഞത്തിന്റെ വക്താക്കന്മാർ പറയുന്നത് പോലെ പട്ടുമെത്തയിലായിരുന്നില്ല പരിശുദ്ധനായ പിതാവ് ശയിച്ചത്. വളരെയേറെ സമൃദ്ധിയുടെ പാതയിലല്ല അദ്ദേഹം നടന്നുപോയത്. എന്നാൽ ദുഃഖങ്ങളും വേദനകളും ദുരിതങ്ങളും നിറഞ്ഞ ആ അനുഭവത്തിലൂടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് നൽകിയ ഒരു പിതാവിനെ അല്ലേ അദ്ദേഹത്തിൽ നാം കാണുന്നത് എന്ന് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ലളിതവും സുതാര്യവുമായ ഒരു ജീവിത വിശുദ്ധി, സിമ്പിൾ ആൻഡ് ട്രാൻസ്പെറന്റ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ അടുത്ത വാക്ക് ഇന്ന് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് പറയും പവർഫുൾ എന്ന് പറയും. അതിന്റെ കാരണമൊക്കെ നിങ്ങൾക്കറിയാം. പരിമല തിരുമേനി വാസ് സിമ്പിൾ ബട്ട് ഹി പവർഫുൾ ആൻഡ് ട്രാൻസ്പെറന്റ്. നിങ്ങളിൽ എത്ര പേരുടെ വീട്ടിൽ, ഞാനൊരു കൗതുകത്തിന് ചോദിക്കുകയാണ്, മലങ്കര സഭയുടെ ഔദ്യോഗിക മുഖപത്രമായ മലങ്കര സഭ മാസിക വരുന്നുണ്ട്? എണ്ണം കുറവായിരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കൈവെക്കാനൊന്നും ഞാൻ ആവശ്യപ്പെട്ടത്. ചിലരൊക്കെ ഇങ്ങനെ ഒരു വിരലിങ്ങനെ ചൂണ്ടുന്നുണ്ട്. സാന്ദർഭികമായിട്ടാണെങ്കിലും ഞാൻ പറയട്ടെ, നമ്മുടെ സഭയുടെ ഔദ്യോഗിക മുഖപത്രമാണല്ലോ മലങ്കര സഭാ മാസിക. ഞാൻ അതിൻ്റെ സർക്കുലേഷൻ മാനേജരോ ഏജന്റോ ഒന്നുമല്ല. എന്നിരുന്നാലും നമ്മുടെ എല്ലാ വീടുകളിലും അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഇപ്രാവശ്യത്തെ മലങ്കര സഭാ മാസിക പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയുടെ 113ാമത് ഓർമ്മ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഉള്ള ലേഖനങ്ങളും എഴുത്തുകളും ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു പതിപ്പാണ്. മലങ്കര സഭാ മാസികയിൽ മഹാപുരോഹിത സന്ദേശം എന്ന ഹെഡിങ്ങിൽ പരിശുദ്ധ ബാവാ തിരുമേനി മലങ്കര സഭയ്ക്ക് വളരെയേറെ അഭിമാനമായി എടുത്തുയർത്തുവാൻ സാധിക്കുന്ന ഭാഗ്യസ്മരണാർഹനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ കോട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ഈ പ്രാവശ്യത്തെ മലങ്കര സഭാമാസികയിൽ ഞാൻ കണ്ടത് കൗദാശികമായ മാനവികത, സാക്രമെന്റൽ ഹ്യൂമാനിസം. പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയെ കുറിച്ച് പരിശുദ്ധ ബാവാ തിരുമേനി മഹാപുരോഹിത സന്ദേശം എഴുതിയിരിക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഒരു കോട്ടാണ് സാക്രമെന്റൽ ഹ്യൂമാനിസം. ഒരു മനുഷ്യൻ അവന്റെ വ്യക്തിത്വത്തിന്റെ അനുഭവതലങ്ങൾ, പ്രത്യേകിച്ചൊരു വിശ്വാസി, തുറന്നു കാട്ടുവാൻ ഏറെ അവനെ സഹായിക്കുന്ന ഘടകമാണ് സാക്രമെന്റൽ ഹ്യൂമാനിസം എന്ന് പറയുന്നത്. ബോൺഹോഫർ എന്ന ദൈവശാസ്ത്രജ്ഞൻ ഉത്തമനായ ഒരു ദൈവഭക്തനെ കുറിച്ച്, ഒരു വിശ്വാസിയെ കുറിച്ച് എഴുതിയിരിക്കുമ്പോൾ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് ഹോളി വേർഡ്ലിനെസ് എന്നുള്ള ഒരു പദമാണ്. അതിൻ്റെ മലയാള പരിഭാഷ വിശുദ്ധ ലൗകികത്വം. രണ്ടാമത് അദ്ദേഹം പറയുന്ന മറ്റൊരു വാക്ക് സീക്രട്ട് ഡിസിപ്ലിൻ, രഹസ്യമായ അച്ചടക്കം. പ്രതിസന്ധികളും പ്രക്ഷുബ്ധമായ അന്തരീക്ഷങ്ങളും കാർമേഘങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോക ജീവിതത്തിൽ ഒരു വിശുദ്ധ ലൗകികത്വവും ഒരു രഹസ്യ അച്ചടക്കവും ഒരു കൗദാശികപരമായ മാനവികത എങ്ങനെ സ്വകീയമാക്കാമെന്ന് പരിശുദ്ധനായ
ആ പിതാവ് തൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ് സത്യം. ആർഭാടം നമ്മെ എവിടെ കൊണ്ടെത്തിക്കും? പത്രമാധ്യമങ്ങളിലൂടെ നാം ദൈനംദിനം വളരെ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തകളല്ലേ കേൾക്കുന്നത്? വിദ്യാസമ്പന്നരായ അനേക കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ ഒരുപാട് പ്രതീക്ഷയോടെ വളർത്തിയ കുഞ്ഞുങ്ങൾ ആർഭാട ജീവിതത്തിന് തിരിഞ്ഞിട്ട് അപകടകരമായ സാഹചര്യത്തിൽ ചെന്നുപെടുന്ന, ജീവിതം തന്നെ നഷ്ടമാക്കി കളയുന്ന എത്രയെത്ര അനുഭവങ്ങളാണ് നമുക്ക് മുൻപിൽ ദൈനംദിനമായി നാം കണ്ടുവരുന്നത്. വേണം നമുക്ക് ജീവിക്കുവാൻ പരിമിതമായ സാഹചര്യങ്ങൾ, പക്ഷെ അത് അധികപ്പറ്റായി പോകരുത്. നമ്മുടെ ആവശ്യങ്ങൾ നടക്കണം, പക്ഷെ അത് അധികമായി പോകരുത്. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവണം, പക്ഷെ അത് അത്യാഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കരുത്. അങ്ങനെയാവുന്നുവെങ്കിൽ നമ്മുടെ ലക്ഷ്യം ആർഭാടമായിരിക്കും, അനുഭവമായിരിക്കുകയില്ല എന്നുള്ളത് ഒന്നാമത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. രണ്ടാമത്, സ്വാമി വിവേകാനന്ദൻ പറയുന്നത് ജീവിതം ഒരു വിചാരമാകണം, വികാരമാകരുത്. ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് ജീവിതം അനുഭവമാകണം, ആർഭാടമാകരുത്. നമ്പർ 2, ജീവിതം വിചാരമാകണം, വികാരമാകരുത്. എന്താണ് വിചാരവും വികാരവും തമ്മിലുള്ള വ്യത്യാസം? വൈകാരികമായ തലങ്ങളെ സ്പർശിക്കുവാനാണ് ഇന്ന് അനേകർക്കും താല്പര്യം. മനുഷ്യന്റെ ബുദ്ധിമണ്ഡലത്തെ, അവന്റെ എക്സ്റ്റസിയെ ഉണർത്തിവിട്ടിട്ട് എത്രമാത്രം അവനെ ചാഞ്ചാട്ടം നടത്തുന്നവനാക്കി കാണിക്കാം, അതിനെന്തെല്ലാം ഉപാധികൾ സ്വീകരിക്കാം എന്നുള്ളതാണ് ഇന്ന് ആത്മീയ ലോകത്തിലും ഭൗതിക ലോകത്തിലും മനുഷ്യൻ അന്വേഷിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ, വിചാരമാകണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ചക്രവാളത്തിനും അപ്പുറം നമ്മുടെ ദൃഷ്ടിയെ പായിക്കുവാൻ സാധിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് വികാരമാവാതെ വിചാരമാക്കി നമ്മുടെ ജീവിതത്തെ നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഓർക്കുന്നു, കത്തോലിക്കറ്റ് കോളേജിൽ ഫിസിക്സ് വിഭാഗം അധ്യക്ഷനായിരുന്ന നമ്മുടെ ഭദ്രാസനത്തിൽപ്പെട്ട ഇട്ടിയൈപ്പ് സാറ് റിട്ടയർ ചെയ്ത സന്ദർഭത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പ്രസംഗം അദ്ദേഹം നടത്തി. പലരും അദ്ദേഹത്തെ വളരെയേറെ അഭിനന്ദിച്ചു. പത്തനംതിട്ടയിൽ ആര് പ്രസംഗിച്ചാലും പുത്തങ്കാവിൽ കൊച്ചു തിരുമേനിയുടെയും ഗീവർഗീസ് തിതിയൻ ബാവായുടെയും കാര്യമൊക്കെ പറയും. അവർ രണ്ടുപേരുമാണ് ആ കലാലയത്തിന്റെ പ്രാരംഭ ദശയിൽ അതിനുവേണ്ടി അധ്വാനിച്ചവര്. ടേപ്പ് സാറ് ഒരു ചോദ്യം ഞങ്ങളോട് എല്ലാവരോടും ചോദിച്ചു. അന്ന് പുത്തങ്കാവിൽ കൊച്ചു തിരുമേനി അനേക വർഷങ്ങൾക്കപ്പുറത്തേക്കുള്ള ദർശനങ്ങൾ കണ്ടതുകൊണ്ടല്ലേ ഒരു ചെറിയ പ്രസ്ഥാനം അവിടെ ആരംഭിക്കുവാനും അതിനുവേണ്ടി അധ്വാനിക്കുവാനും കഴിഞ്ഞത്? നിസാരമെന്ന് നിങ്ങൾക്കൊരു പക്ഷേ തോന്നാം, പക്ഷെ അത് അത്ര നിസാരമല്ല. ഇന്ന് ആഴമായ ദർശനമുള്ള, ഒരുപാട് അകലയിലേക്ക് നോക്കുന്ന, ചക്രവാളത്തിനപ്പുറത്തേക്ക് ദൃഷ്ടി പായിക്കുന്ന ഒരനുഭവത്തിലേക്ക് നാം വരണം. ഭാഗ്യവാനായ പരുമല കൊച്ചു തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ പല ആത്മീയ പ്രസ്ഥാനങ്ങൾക്കും ഊടും പാവും നെയ്യുവാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. അക്കാലഘട്ടത്ത് ഒന്നും ക്രമീകൃതമായിട്ട് ഉണ്ടായിരുന്ന ഒരു സ്ഥിതിവിശേഷം അല്ലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പരിശുദ്ധ സഭയ്ക്ക് അതിൻ്റെ ആത്മീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല ഒരു ക്രമീകരണം കെട്ടുപണി ചെയ്യുവാനും അനേക വർഷങ്ങൾക്ക് ശേഷവും സാക്ഷ്യമുള്ള ഒരു സഭയായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ നിലകൊള്ളണമെന്ന് ഒരു ദർശനം കാണുവാനും ആ ഭാഗ്യവാനായ പിതാവിന് കഴിഞ്ഞു എന്നുള്ളതല്ലേ സത്യം? ഒരു സ്വകാര്യ കൽപ്പനയിൽ പരിശുദ്ധനായ പിതാവ് ഇങ്ങനെ എഴുതി: നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട എലോഹീം മക്കളാകുന്നു. എലോഹീം എന്ന് പറഞ്ഞാൽ ദൈവമക്കളാകുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളാവുന്നു. വേദ തർക്കങ്ങൾ സഭയിൽ ഉയർന്നു വന്നപ്പോൾ പരിശുദ്ധനായ പിതാവ് എഴുതിയ ഒരു കൽപ്പനയിൽ നിന്ന് ഒരു ഭാഗം ഞാനൊന്ന് വായിച്ചു കൊള്ളട്ടെ. ഉപദേശികളെന്ന് പറഞ്ഞു വരുന്ന മതവിരോധികളെ കൊണ്ടും കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നോമ്പ്, നമസ്കാരം, കുരിശുവര, കുമ്പിടിയിൽ, കുർബാന,
കുമ്പസാരം, മാമോദീസ, രോഗികൾക്കുള്ള സൈത്ത് പൂശൽ മുതലായ കർമ്മങ്ങളും തമ്പുരാനെ പറ്റ അമ്മയോടും പരിശുദ്ധ സഭയോടുമുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളും നിസാരമെന്ന് വെച്ച് അവയെ ആദരിക്കാതെ നിന്ദിക്കുന്ന കള്ള ഉപദേഷ്ടാക്കളെ കൊണ്ട് പള്ളിയിൽ വെച്ചോ നിങ്ങളുടെ കൂട്ടത്തിൽ വെച്ചോ പ്രസംഗിപ്പിക്കുകയും അവരുടെ ഉപദേശങ്ങൾ കേൾക്കുകയും ചെയ്യരുത്. അവർക്ക് നിങ്ങളിൽ സ്ഥലം കൊടുക്കുകയും അരുത്. ഒന്നുകൂടെ അത് വായിക്കാൻ സമയമില്ല. എന്താണ് ആ കൽപ്പനയിൽ പരിശുദ്ധ പിതാവ് ഉദ്ധരിച്ച ആ വാക്യങ്ങളിൽ കാണുന്ന ദർശനം? പൗലോസ് സഭകൾക്ക് എഴുതുമ്പോൾ പറയുന്നു, ഞാൻ പോരുന്ന ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. മറ്റൊരുവൻ, അത് സ്വർഗത്തിലെ മാലാഖയായിക്കൊള്ളട്ടെ, നിങ്ങളുടെ അടുക്കൽ വന്ന് മറ്റൊരു ഉപദേശം പഠിപ്പിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. വാത്സല്യമുള്ളവരെ, ആ പിതാവിനുണ്ടായിരുന്ന ദർശനം ഇന്ന് പല കാര്യങ്ങൾക്കും വേണ്ടി പലതും നാം കോംപ്രമൈസ് ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും വികാരത്തിലുപരി വിചാരമുണ്ടായിരുന്ന ആ പരിശുദ്ധ പിതാവിനെ ഓർക്കണം എന്നാണ് എനിക്ക് പ്രത്യേകം ഈ സന്ദർഭത്തിൽ പറയുവാനായിട്ടുള്ളത്. ഭാരതത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ പരിമല തിരുമേനിയുടെ പേര് അധികം പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഇപ്രാവശ്യത്തെ മലങ്കര സഭയില് ഒരു കണക്ക് പറയുന്നുണ്ട്. 1895 പരിമലയിൽ നടന്ന ഭക്തവചന പ്രഭാഷണത്തിൽ പരിശുദ്ധനായ പരിമല തിരുമേനി അതിശക്തമായിട്ട് പറഞ്ഞു, നിർധനരും നിരക്ഷരകുക്ഷികളുമായ, രാജപാതയിൽ നടക്കുവാൻ ഇന്നും അവകാശമില്ലാത്തവരായ, അടിച്ചമർത്തപ്പെട്ടവരായ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരായ മനുഷ്യരെ നാം കണ്ടെത്തണം. അവർക്കും മറ്റുള്ളവരെ പോലെ അവകാശമുണ്ടെന്ന് നേതൃസ്ഥാനങ്ങളിൽ ധരിപ്പിക്കണം. 1895 പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനി ലിബറേഷന്റെ ഈ വാചകങ്ങൾ ഉദ്ധരിക്കുമ്പോൾ മലങ്കര സഭാ മാസികയിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ചട്ടമ്പി സ്വാമികൾക്ക് അന്ന് 42 വയസ്സ്, പരിമല തിരുമേനിക്ക് അന്ന് 47 വയസ്സ്, ശ്രീനാരായണ ഗുരുദേവന് അന്ന് 40 വയസ്സ്, അയ്യങ്കാളിക്ക് 32 വയസ്സ്, സഹോദരൻ അയ്യപ്പന് 6 വയസ്സ്. സീനിയർ മോസ്റ്റ് ആണ്. 47ാമത്തെ വയസ്സിൽ പരിശുദ്ധനായ പിതാവ് ഒരു വലിയ ദർശനം കണ്ടു, ഒരു വലിയ വിചാരമുണ്ടായിരുന്നു. അത് സഭയെക്കുറിച്ചും സഭയുടെ മക്കളെ കുറിച്ചും മാത്രമല്ല, അധകൃതരും അവഗണിക്കപ്പെട്ടവരുമായ മനുഷ്യരെ കുറിച്ചും അധസ്ഥിതരെ കുറിച്ചും ഒരു വിചാരം ആ പിതാവിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആ ഭാഗം ഉദ്ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വളരെ പെട്ടെന്ന് മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരട്ടെ. സ്വാമി വിവേകാനന്ദൻ മൂന്നാമതും അവസാനത്തേതുമായിട്ട് പറയുന്ന ഒരു ഉദ്ധരണി, ജീവിതം എന്താവണം, എന്താവരുത്, അറിവാകണം, അജ്ഞതയാവരുത്. It should be wisdom and not ignorance. ജീവിതം അറിവാകണം, അജ്ഞതയാവരുത്. എന്നേക്കാളേറെ കേരളത്തിൻ്റെ സ്ഥിതിവിവര കണക്കുകളൊക്കെ അറിയാവുന്നവരാണ് എൻ്റെ മുൻപിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് വളരെ നിശ്ചയമുണ്ട്. പ്രതിശീർഷ വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് കേരള സംസ്ഥാനത്തിലാണ് കൂടുതൽ എന്നുള്ളത് നിങ്ങൾ എന്നോട് ചേർന്ന് സമ്മതിക്കുമെന്നാണ് എൻ്റെ വിചാരം. മറ്റു പല രാജ്യങ്ങളിലും മറ്റു പല സംസ്ഥാനങ്ങളിലും ഭൂമി കുഴിച്ചാൽ മറ്റു പലതും കിട്ടും. നമ്മളിവിടെ ഭൂമി കുഴിച്ചാൽ വെറും ചെളിയും വെള്ളവും മാത്രമേ കിട്ടുകയുള്ളൂ. പക്ഷെ എന്തുകൊണ്ട് കേരളത്തിൻ്റെ പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടുതലായിരിക്കുന്നു? നമുക്കറിയാം, വിദ്യാസമ്പന്നരായ ആളുകൾ, വിവരമുള്ളവരെന്ന് നമ്മൾ ചിന്തിക്കുന്ന ആളുകൾ ധാരാളം കേരളത്തിലുണ്ട്. അവർ കേരളത്തിന് വേണ്ടി ധാരാളം പണം കൊയ്യുന്നു. അത് സ്വദേശത്തും വിദേശത്തും. വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ കേരളം വളരെ മുൻപിലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പക്ഷെ എൻ്റെ ചോദ്യം അതല്ല. അറിവ് ആകണം, അജ്ഞതയാവരുത് എന്ന് പറയുമ്പോൾ നാം ഇവിടെ നേടുന്ന
വിദ്യാഭ്യാസം മാത്രമാണോ നമ്മുടെ അറിവ്? നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് നേടുന്ന അറിവ് നമ്മുടെ ഇരുള് നീക്കുമോ? ഇത് ഒരു വലിയ വിഷയം തന്നെയാണ്. പരിശുദ്ധനായ പരുമല കൊച്ചു തിരുമേനി ഇങ്ങനെ എഴുതി: രാപ്പകൽ ഭക്തിയോടുകൂടെ ഉച്ചത്തിൽ ദൈവത്തെ പ്രാർത്ഥിപ്പീൻ. ഉച്ചത്തിൽ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞാൽ എട്ടുനാടും പൊട്ടെ അലച്ചുകൂണമെന്നല്ല അതിൻ്റെ അർത്ഥം. ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സ്വതസിദ്ധമായ ഭാവാർദ്രമായ പശ്ചാത്താപത്തിലൂന്നിയ പ്രാർത്ഥന എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. രാപ്പകൽ ഭക്തിയോടുകൂടെ ഉച്ചത്തിൽ ദൈവത്തെ പ്രാർത്ഥിപ്പീൻ. ഈ പ്രാർത്ഥന നമ്മിലുള്ള ഇരുളു നീക്കാനും തളർച്ച മാറ്റാനും പരമമായ മോക്ഷവും രക്ഷയും ലഭിക്കാനും ഏറ്റവും ഉത്തമമായ മാർഗമാകുന്നു. ഞാൻ വായിച്ചത് ഓർക്കുന്നു: എഡ്യൂക്കേറ്റ് യുവർ ചൈൽഡ് വിതൗട്ട് റിലീജിയൻ, എഡ്യൂക്കേറ്റ് യുവർ ചൈൽഡ് വിതൗട്ട് സ്പിരിച്വാലിറ്റി, and you will make him an intellectual devil. മതഭക്തിയില്ലാതെ, ഈശ്വരവിശ്വാസമില്ലാതെ, ദൈവാശ്രയമില്ലാതെ എത്ര വേണമെങ്കിലും പഠിച്ചോളൂ, എത്ര വേണമെങ്കിലും പഠിപ്പിച്ചോളൂ, you will make him an intellectual devil. ബുദ്ധിരാക്ഷസരെയായിരിക്കും നാം സൃഷ്ടിക്കുന്നത്. നമുക്കിന്ന് ആവശ്യം അറിവുള്ളവരെയാണ്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന അറിവ് എന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ്. സ്വയം തിരിച്ചറിവുണ്ടാവണം. സ്വയം തിരിച്ചറിയുന്നതിലൂടെ നമ്മുടെ സമസൃഷ്ടങ്ങളെ അറിയാനുള്ള ഒരു ഉദ്വേഗം നമുക്കുണ്ടാവണം. ഇത് രണ്ടും അറിവിന്റെ ഭാഗമാണ്. എം മുകുന്ദൻ എഴുതിയിരിക്കുന്ന ശ്രദ്ധേയമായ ഒരു നോവലുണ്ടല്ലോ, പ്രഭാതം മുതൽ പ്രഭാതം വരെ. അതിൽ അദ്ദേഹം പരാമർശിച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചിത്രമുണ്ട്. അന്യദേശത്ത് ദീർഘനാൾ താമസിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സകലവും അന്യമായി തോന്നിയ ഒരു ചെറുപ്പക്കാരന്റെ ചിത്രമാണ്. പാതിരാത്രിയിൽ അദ്ദേഹം എഴുന്നേറ്റ് സ്വയം ചോദിക്കുകയാണ്, ഹൂ ആം ഐ? ഇന്ന് നമുക്കൊക്കെ അനേക കാര്യങ്ങളും അന്യമായി തീർന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്, ഹൂ ആം ഐ? നാം എന്തിന് ഈ ഭൂമിയിൽ, നമ്മെ എന്തിനു ദൈവം ഇവിടെ ആക്കി വച്ചിരിക്കുന്നു? നമ്മുടെ അടുത്തേക്ക് വരുന്നവര് എന്തിനു വരുന്നു, അവരാര് എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള ഒരു അറിവ് നമുക്കുണ്ടാവേണ്ടത് ആവശ്യമാണ്. ബിഷപ്പ് മാർ അപ്രേം ധാരാളം ഫലിതങ്ങൾ അടങ്ങിയ ഒരു പുസ്തകം എഴുതിയിട്ടുള്ള ഒരു മെത്രാപ്പൊലീത്തായാണ്. അദ്ദേഹത്തിന്റെ ബിഷോപ്സ് ജോക്കിൽ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു കഥ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ഒരു ബിഷോപ്പ് താമസിച്ച അരമനയ്ക്ക് മുൻപില് ഒരു നല്ല മാവ്, മധുരമൂർന്ന മാമ്പഴം ധാരാളം അതിലുണ്ടാവുന്നു. മാമ്പഴം പൊഴിയുന്നുണ്ട്, രാവിലെ പകലും രാവും പൊഴിയുന്നുണ്ട്. പക്ഷേ രാവിൽ പൊഴിയുന്ന മാമ്പഴങ്ങളൊന്നും അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അപ്പൊ മനസ്സിലാക്കി ആരോ മാമ്പഴം മോഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ബിഷോപ്പ് സെക്രട്ടറിയോട് പറഞ്ഞു, നമുക്ക് ആ ആളിനെ ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സെക്രട്ടറി പറഞ്ഞു, ആ കാര്യം ഞാൻ ഏറ്റു. രാത്രി ഉറക്കളിച്ചിരുന്നു. ഏതാണ്ട് പ്രഭാതം അടുക്കാറായപ്പോൾ ഗേറ്റ് കടന്ന് ഒരു മനുഷ്യൻ അകത്തേക്ക് വരുന്നു. ബിഷോപ്പിന്റെ സെക്രട്ടറി അവനെ കൈയോടെ പിടികൂടി ബിഷോപ്പിന്റെ മുൻപിൽ എത്തിച്ചു. അപ്പൊ ബിഷോപ്പ് ചോദിച്ചു, അപ്പൊ നീയാണ് ഇവിടെ വന്ന് രാത്രിയിൽ ഈ മാമ്പഴമെല്ലാം പെറുകിക്കൊണ്ട് പോകുന്നതല്ലേ? അവൻ പറഞ്ഞു, അയ്യോ തിരുമേനി, ഞാൻ അതിനൊന്നും വന്നതല്ല. അപ്പൊ തിരുമേനി ചോദിച്ചു, പിന്നെന്തിനാ നീ ഇത്ര വെളുപ്പിനെ ഈ അരമനയിലോട്ട് വന്നത്? അത് എൻ്റെ പൊന്നു തിരുമേനി, ഒന്നും പറയണ്ട, നേരം വെളുത്തു കഴിഞ്ഞാൽ ഇവിടെ ആളുകളുടെ ബഹളമാണ്. തിരുമേനിയെ ഒന്ന് സ്വസ്ഥമായിട്ട് കൈമുത്താൻ ഒക്കുകയില്ല. അതുകൊണ്ട് ആരും മുത്തുന്നതിന് മുൻപ് ആദ്യം കൈമുത്താനാണ് ഞാൻ അരമനയിലോട്ട് വന്നത്. തിരുമേനി ഒന്നും മിണ്ടാതെ അകത്തോട്ട് പോയി. സ്ലീവ എടുക്കാൻ പോയതല്ല. അകത്ത് തലേ ദിവസം പെറുക്കി വെച്ചിരുന്ന 2-3 മാമ്പഴം എടുത്തുകൊണ്ട് വന്ന് ഇവന്റെ കയ്യിൽ കൊടുത്തു. അവൻ സന്തോഷമായിട്ട് മടങ്ങിപ്പോയി. അവനെ വഴക്കൊന്നും പറഞ്ഞില്ല. പക്ഷെ അതോടെ അവൻ മാമ്പഴം മോഷ്ടിക്കുന്ന പരിപാടി നിർത്തി. ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരാശയം നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ എന്തിനാണ് വന്നതെന്ന് ആ ബിഷോപ്പ് മനസ്സിലാക്കിയിട്ട് അതിനോട് പ്രതികരിച്ചു. ആ പ്രതികരണത്തിന്റെ ഫലം വളരെ വലുതായിരുന്നു. പരിശുദ്ധ ബാബാ തിരുമേനിയുടെ ഒരു പുസ്തകം DC ബുക്സ് അടുത്തയിടെ പ്രസിദ്ധീകരിച്ചു, ജീവിത കാഴ്ചകൾ.
അതിൽ പരിശുദ്ധ ബാബാ തിരുമേനി അച്ഛനായിരുന്ന സമയത്തെ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളത്തുകൂടെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ ചെറുപ്പക്കാര്, അവിടെ അടുത്ത് കോളേജും മറ്റു ബഹളങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ധാരാളം അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു നടക്കുമല്ലോ. അതിലൊരു ചെറുപ്പക്കാരൻ അച്ഛനെ കണ്ട സന്തോഷത്തിന് അച്ചോ എന്ന് വിളിച്ചു. അച്ഛനെ കാണുമ്പോൾ അച്ചോ എന്നല്ലാതെ അമ്മോ എന്ന് വിളിക്കാൻ ഒക്കുകയില്ലല്ലോ. എന്നെയും ഒരാൾ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അവനോട് പറഞ്ഞ മറുപടി ഇവിടെ പറയാൻ കൊള്ളുകയില്ല, അതാകെ കുഴപ്പവുമായി. പക്ഷേ ബാബാ തിരുമേനി എഴുതിയിരിക്കുകയാണ്. ആ സ്കൂട്ടർ അവിടെ സൈഡിൽ വെച്ചിട്ട് അദ്ദേഹം അവൻ്റെ അടുത്ത് ചെന്നിട്ട് നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു. ആദ്യം അവൻ പറയാൻ കൂട്ടാക്കിയില്ല. പക്ഷെ നിർബന്ധപൂർവ്വം ചോദിച്ചു. ഞാനിവിടെ അടുത്ത പള്ളിയിലെ അച്ഛനാണ്, പോളച്ചനാണ്, എൻ്റെ പേര് പോളച്ചൻ എന്നാണ്, നിന്റെ പേരെന്താണ്? പരിശുദ്ധ ബാബാ തിരുമേനി ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവനോട് തിരുമേനി പറഞ്ഞു, ഇന്ന് മുതൽ നമ്മൾ സുഹൃത്തുക്കളാണ്. അദ്ദേഹം ഒരു സാക്ഷ്യം പോലെ എഴുതിയിരിക്കുകയാണ്. അവനും തിരുമേനിയും തമ്മിൽ പിന്നീട് യാതൊരു വഴക്കും ഉണ്ടായിട്ടില്ല, വലിയ സ്നേഹിതന്മാരായിട്ട് തീർന്നു. നമ്മുടെ അടുത്ത് നന്മയായിക്കൊള്ളട്ടെ തിന്മയായിക്കൊള്ളട്ടെ, ഏത് മനോഭാവത്തിലായിക്കൊള്ളട്ടെ, വരുന്നവനെ നാം അറിയുവാൻ തക്കവണ്ണം താല്പര്യമുണ്ട് എങ്കിൽ, അറിയുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതിൻ്റെ ഫലം വളരെ വലുതാണ് എന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സമയബന്ധിതമായ ഒരു പ്രോഗ്രാമായിട്ടാണ് നമ്മുടെ ഈ വൈകുന്നേരങ്ങളിൽ ഇവിടെ നടത്തുന്ന വചന ശുശ്രൂഷ എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. സ്വാമി വിവേകാനന്ദൻ നിർബന്ധപൂർവ്വം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുമ്പോൾ ഒരു തീരുമാനം നമുക്കും എടുക്കാൻ സാധിക്കണം. ജീവിതം അനുഭവമാണ്, ആർഭാടമല്ല. ജീവിതം വിചാരമാണ്, വികാരമല്ല. ജീവിതം അറിവാണ്, അജ്ഞതയല്ല. ഒരു നുറുങ്ങ് കഥയുടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു ശിഷ്യൻ താൻ വളരെ സ്നേഹിച്ചിരുന്ന ഗുരുവിന് ഒരു സമ്മാനം നൽകുവാൻ ആഗ്രഹിച്ചു. പക്ഷെ അവന് പണമില്ല. അവൻ വളരെ ആലോചിച്ചു, എൻ്റെ ഗുരുവിന് എന്താണ് ഞാൻ സമ്മാനം കൊടുക്കേണ്ടത്? ഏത് ഷോപ്പിൽ പോയി എന്ത് വില കൊടുത്ത് എന്ത് വാങ്ങണം? കയ്യിൽ പണമില്ലല്ലോ. അവന് കടൽ തീരത്ത് കൂടെ നടന്നു. ചെറിയ ചെറിയ ശംഖുകൾ കണ്ടു, ചിപ്പികൾ കണ്ടു. ഓരോന്ന് കാണുമ്പോഴും അവൻ ചിന്തിച്ചു, ഇത് പോരാ. നടന്ന് 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 അവൻ്റെ കൈവശം ഒരു വലിയ ശംഖ് കിട്ടി. അവൻ ആ ശംഖ് ഭംഗിയായി കഴുകി ഒരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് അവൻ്റെ ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുചെന്നു. ഗുരു ആ പൊതി അഴിച്ചു നോക്കി. ഗുരുവിന് വലിയ സന്തോഷം തോന്നി. ഗുരു ആ ശിഷ്യനോട് മനസ്സ് തെളിഞ്ഞു പറഞ്ഞു, ഈ സമ്മാനം എത്ര വലുതായിരിക്കുന്നു. ഈ സമ്മാനത്തിന് വേണ്ടി നീ എത്രമാത്രം കഷ്ടപ്പെട്ടു. അവൻ പറഞ്ഞു, ഞാൻ കുറേ കടൽ തീരത്ത് കൂടെ നടന്നു, അനേക ശംഖുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ അനേക ശംഖുകൾ മറികടന്ന് എനിക്ക് ലഭിച്ച ഒരു നല്ല ശംഖാണിത്. ഗുരു അവനോട് പറഞ്ഞ ഒരു വാചകമുണ്ട്, ഈ സമ്മാനം നിന്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. ഈ സമ്മാനത്തിൻ്റെ വില വളരെ വലുതാണ്. ഈ സമ്മാനത്തിൻ്റെ വില ഈ ശംഖിൻ്റെ വില മാത്രമല്ല, നിന്റെ അധ്വാനത്തിൻ്റെ വിലയും കൂടെയാണ്. ഞാനിത് പറഞ്ഞു നിർത്തുകയാണ്. പരിശുദ്ധന്റെ കബറിടത്തിലേക്ക് അനേകായിരങ്ങൾ ഒഴുകി വരും. നമുക്ക് വളരെ ഭാഗ്യമുള്ളവരാണ്. 5 മിനിറ്റ് കൊണ്ട് നമുക്കിവിടെ ഓടിയെത്താം. പക്ഷേ എത്രയോ കിലോമീറ്ററുകൾ താണ്ടിയാണ് എത്രയോ ആളുകൾ ഈ കബറിങ്കൽ വരുന്നത്. നമ്മുടെ അഭയാചനകളും അപേക്ഷകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം കബറിടത്തിൽ സമർപ്പിക്കുകയാണ്. ആ വന്യഗുരുവിന് നമ്മുടെ കാഴ്ചകൾ നമ്മൾ അർപ്പിക്കുകയാണ്. പക്ഷേ നമ്മുടെ അധ്വാനവും നമ്മുടെ മാനസിക അവസ്ഥയും നമ്മുടെ അലച്ചിലും എല്ലാം നാം അർപ്പിക്കുന്ന കാഴ്ചകളോട് കൂടെ തന്നെ വിലപ്പെട്ടതാണ് എന്ന് ഓർക്കുവാൻ നമുക്ക് സാധിക്കണം. പക്ഷെ തീർത്ഥാടകന്റെ തീർത്ഥയാത്ര ലക്ഷ്യസ്ഥാനത്ത് ചെല്ലുമ്പോൾ തീരുകയല്ല, തുടങ്ങുകയാണെന്ന് നമ്മൾ ഓർക്കണം. പരിശുദ്ധന്റെ കബറിടത്തിൽ നമ്മുടെ യാത്ര തീരുകയല്ല, തുടങ്ങുകയാണ്. നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ നാം ആധാരമാക്കി നമുക്ക് തന്നെ ആത്മീക വർധന വരുത്താൻ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിപ്പാൻ, ദൈവസ്നേഹത്തിൽ നമ്മെ സൂക്ഷിപ്പാൻ, ദൈവ കരുണയ്ക്കായി കാത്തിരിപ്പാൻ
പരിശുദ്ധന്റെ മധ്യസ്ഥത അനവരതമായി അനുഗ്രഹമായി നമ്മുടെ മേൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആർഭാടത്തിനുപരി അനുഭവം, വികാരത്തിനുപരി വിചാരം, അജ്ഞതയ്ക്കുപരി അറിവ്, അത് നമ്മെ അനുഗ്രഹമായി വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. സർവശക്തനായ ദൈവം പരിശുദ്ധന്റെ മധ്യസ്ഥതയാൽ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ദൂരസ്ഥരും സമീപസ്ഥരുമായി നാം പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന സകലരെയും നിറപടിയായി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.